ആ വീഡിയോ എഡിറ്റ് ചെയ്ത ആളോട് ഒരു നന്ദി പറയണം. വേറൊന്നുമല്ല, തിരിഞ്ഞു നോക്കി വിഷ് ചെയ്തിരുന്നു, പക്ഷെ ആ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞു. അടി കൊടുക്കണം അല്ലേ? കുഴപ്പമില്ല, അതെനിക്ക് ശീലമുള്ളതാ. പിന്നെ കുഴപ്പമില്ല, ഇതൊക്കെ കുറെ കണ്ടിട്ടുള്ളതുകൊണ്ട് ഇത് വിഷയമില്ല. എന്നാലും ശരിക്കും ജെന്യൂനായിട്ട് ചിന്തിച്ചിട്ടുണ്ടാവില്ല എന്തുകൊണ്ട് മൈൻഡ് ചെയ്തില്ല എന്നുള്ളത്. അവർക്ക് വേണ്ടി മാത്രം ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നുള്ളൂ. പിന്നെ വൈറലാവണമല്ലോ ബ്രോ ഇന്നിപ്പോൾ വീഡിയോസും കണ്ടിട്ടും ഒക്കെ. പിന്നെ നെഗറ്റിവിറ്റി അല്ലേ സ്പ്രെഡ് ആവുള്ളൂ. ഞങ്ങൾ ഇറക്കിയ പാട്ടിനേക്കാളും റീച്ച് ഉണ്ട് ആ വീഡിയോന്. അപ്പോൾ വേറെ സോറി കേട്ടാ, വേറെ എന്തെങ്കിലും ആരെങ്കിലും ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി. വീഡിയോ ഇറങ്ങുന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ബാക്കിലൊരു ചേച്ചിക്ക് ഷെയ്ക്കൻ കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ നോക്കിയത്. പക്ഷെ എന്നെയാണ് ആ വീഡിയോയിൽ കാണുന്നത്. വെൽക്കം ഫസ്റ്റ് ഓഫ് ഓൾ. സോ യെസ്, ഷെയ്നോട് എന്താണ് പറയാനുള്ളത്? എല്ലാവരോടും എന്താ പറയാനുള്ളത്? Can we please have all of you once again back to the center stage, please? നെർവസ് ആണെന്ന് തോന്നുന്നു. ഞാൻ പിടിച്ചു തരണോ? ഓക്കെ, പറഞ്ഞോ. ഇഷ്ടമാണ്, നല്ല സിനിമയൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ ആക്ടേഴ്സിനെയൊക്കെ കാണാൻ വെച്ചാൽ നല്ലൊരു ഭാഗ്യമാണ്. പിന്നെ ഇവരിനൊക്കെ ഇങ്ങനെ അടുത്ത് നേരിൽ കാണുന്ന പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. വീഡിയോ ഇറങ്ങുന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ബാക്കിലൊരു ചേച്ചിക്ക് ഷെയ്ക്കൻ കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ നോക്കിയത്. പക്ഷെ എന്നെയാണ് ആ വീഡിയോയിൽ കാണുന്നത്. ആ ചേച്ചിയോട് വന്നിട്ടുണ്ട്. എന്നിട്ട് ചേച്ചിക്കെല്ലാം ഭാഗ്യം കിട്ടിയത് വന്നത് ഹംനയ്ക്കാണ്. സോ ഹംന ഹാപ്പി അല്ലേ? എന്തായാലും വന്ന സ്ഥിതിക്ക് ഷെയ്നുമായിട്ട് നമുക്ക് അല്ലെങ്കിൽ എൻറ്റയർ ടീമുമായിട്ട് ചേർന്നൊരു ഫോട്ടോഗ്രാഫ് എടുക്കാം അല്ലേ? ഓക്കെ, അപ്പം നമുക്ക് എൻറ്റയർ ബൾട്ടി ക്രൂ ആയിട്ട് നമ്മളുടെ എല്ലാവർക്കും. അപ്പം അന്ന് ശ്രദ്ധിച്ചില്ല, പക്ഷെ ഇന്ന് നമ്മളത് വളരെ വിശാലമായി പരിഗണിച്ചിരിക്കുകയാണ് ഹംനെ. സോ യെസ്, ക്യാൻ വി ഹാവ് എ ഫോട്ടോഗ്രാഫ്? സോ ഞാൻ അറിഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഷെയ്ൻ എല്ലാവരുമായിട്ടും എന്താ നമ്മുടെ ഹംനെ സംസാരിച്ചു എന്നുള്ളതാണ്. സോ യെസ്, ഇതൊരു എൻറ്റയർ ഇവൻറ്റിൻ്റെ നമ്മുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആണ്. ബിക്കോസ് ഓൾവേസ് നമ്മളുടെ സ്റ്റാർസിനെ സപ്പോർട്ട് ചെയ്യുന്നവർ അവർ തന്നെയാണ്. ഓരോ സ്റ്റാർസിൻ്റെയും ഏറ്റവും സ്ട്രോങ് പില്ലേഴ്സ് എന്നുള്ള ഓൾ യുവർ ഫാൻസ്, എസ്പെഷ്യലി ദ ലേഡി ഫാൻസ്. സത്യം പറഞ്ഞ ആ വീഡിയോ എഡിറ്റ് ചെയ്ത ആളോട് ഒരു നന്ദി പറയണം. വേറൊന്നുമല്ല, തിരിഞ്ഞു നോക്കി വിഷ് ചെയ്തിരുന്നു, പക്ഷെ ആ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞു. അടി കൊടുക്കണം അല്ലേ? കുഴപ്പമില്ല, അതെനിക്ക് ശീലമുള്ളതാ. പിന്നെ കുഴപ്പമില്ല, ഇതൊക്കെ കുറെ കണ്ടിട്ടുള്ളതുകൊണ്ട് ഇത് വിഷയമില്ല. എന്നാലും ശരിക്കും ജെന്യൂനായിട്ട് ചിന്തിച്ചിട്ടുണ്ടാവില്ല എന്തുകൊണ്ട് മൈൻഡ് ചെയ്തില്ല എന്നുള്ളത്. അവർക്ക് വേണ്ടി മാത്രം ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നുള്ളൂ. പിന്നെ വൈറലാവണമല്ലോ ബ്രോ ഇന്നിപ്പോൾ വീഡിയോസും കണ്ടിട്ടും ഒക്കെ. പിന്നെ നെഗറ്റിവിറ്റി അല്ലേ സ്പ്രെഡ് ആവുള്ളൂ. ഞങ്ങൾ ഇറക്കിയ പാട്ടിനേക്കാളും റീച്ച് ഉണ്ട് ആ വീഡിയോന്. അപ്പോൾ വേറെ സോറി കേട്ടാ, വേറെ എന്തെങ്കിലും ആരെങ്കിലും ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി. എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മുടെ ഹംനെ കുട്ടിക്കും കൂടെ വേണ്ടി